ഇനിയും ഇതന്നെ എഴുതിക്കൊണ്ടിരിക്കുക. കൊറേ നേരമല്ലേ തുടങ്ങിട്ട്. കുഞ്ഞേ, ഇത് കേഴ്സീവ് റൈറ്റിംഗ് അല്ലേ, എത്ര നേരം ഇത് പഠിക്കും? പറഞ്ഞുതരാം. നോക്ക് നോക്ക്, പറഞ്ഞോ. കുഞ്ഞെന്താ ഇങ്ങനെ പറയണത്? ഡിക്റ്റേഷനല്ലേ പഠിക്കാൻ. വാ മോനെ, ഇവിടെ ഇരിക്ക്. ഇരുന്ന്. പിന്നെ കുഞ്ഞെന്തിനാണ് അമ്മേനോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? അമ്മയ്ക്ക് ബ്രെയിൻ ഇല്ല ഡാഡി. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഫുഡാ ഉണ്ടാക്കി തരുന്നത്. ആണോ? അപ്പൊ അമ്മയ്ക്ക് ബ്രെയിൻ ഇല്ല അല്ലേ? ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറുന്ന സമയത്തേ അമ്മ കുഞ്ഞിനോട് എന്തോ ഹോംവർക്കിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴും ഹേവ് ഗോഡ് നിങ്ങൾ തന്നെയാണല്ലോ അമ്മേനോട് സംസാരിച്ചത്. അതെന്താ അങ്ങനെ? എനിക്കറിയാം ഹോംവർക്ക് ചെയ്യാൻ, അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. അത് ശരി. അപ്പൊ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, കുഞ്ഞിനെല്ലാം അറിയാം അല്ലേ? അതുകൊണ്ടാണ് കുഞ്ഞെപ്പോഴും അമ്മേനോട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഡാഡി, അമ്മയ്ക്കൊന്നും അറിയില്ല. മോൻ അറിയോ മോൻ എവിടുന്നാ വന്നേന്ന്? അമ്മേന്റെ തമ്മീന്ന്. അപ്പൊ മോൻ അറിയാ മോൻ അമ്മേന്റെ വയറ്റിന്നാ വന്നേന്നല്ലേ? ഹേക്കുട്ടിനെ അറിയോ കുഞ്ഞു അമ്മേന്റെ വയറ്റിലായിരുന്നപ്പോഴേ അമ്മയ്ക്ക് എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു. മര്യാദയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, എപ്പോൾ നോക്കിയാലും തലവേദന, അല്ലെങ്കിൽ വൊമിറ്റിംഗ് ആയിരിക്കും. രാത്രിക്ക് ഇരിക്കുമ്പോൾ തലവേദനിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അമ്മ ഒരു ടാബ്ലറ്റ് പോലും കഴിക്കില്ല. എന്തിനാണെന്നറിയോ? ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞിട്ട്. ആ തലവേദന സഹിച്ച് ഉറങ്ങാണ്ട് കുറേ നേരം ഇരിക്കും. ചില ദിവസങ്ങളിലെ അമ്മയ്ക്ക് ഉറങ്ങാനേ പറ്റില്ല, തലവേദന കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിരിക്കും. അപ്പം അമ്മ ഇങ്ങനെ എഴുന്നേറ്റിരിക്കും ഉറങ്ങാണ്ട്, ഒരു പോള പോലും കണ്ണടയ്ക്കാൻ പറ്റില്ല. രാവിലെ അച്ഛക്ക് ഓഫീസിൽ പോകണ്ടേ? ഓഫീസിൽ പോകേണ്ട ടൈമിൽ ഏകദേശം ഒരു 5-5:30 ആകുമ്പോൾ ഡാഡി എഴുന്നേറ്റ് നോക്കുമ്പോൾ കട്ടിൽ ഇങ്ങനെ അമ്മ ഇരിക്കുന്നുണ്ടാവും. അപ്പം ചോദിച്ചാൽ പറയും രാത്രി തൊട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഒട്ടും ഉറങ്ങാണ്ട് ആ ക്ഷീണത്തിൽ അങ്ങനെ നിൽക്കും. ഒന്ന് ഓർത്ത് നോക്ക്, എത്ര റിസ്ക് എടുത്തിട്ടുണ്ടാവും. കുഞ്ഞു വയറ്റിലുണ്ടായിരുന്ന അത്രയും മാസങ്ങളുണ്ടല്ലോ, അമ്മേൻ്റെ കാലൊക്കെ ഇത്രയും വലുപ്പമായിരിക്കും നീര് വെച്ചിട്ട്. ആ കാലും വെച്ചിട്ട് സ്റ്റേഴ്സ് കയറി മേലെ പോകാൻ പറ്റില്ല. ഒന്ന് ഇരുന്നിട്ടുണ്ടെങ്കിലോ ഭയങ്കര നടുവേദനയായിരിക്കും. പിന്നെ ഒരു സൈഡിലേക്ക് മാത്രമേ ചെരിഞ്ഞ് കിടക്കാൻ പറ്റുള്ളൂ. ആ ഡിസ്റ്റർബൻസ് വേറെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരുന്നു അറിയാം ആ സമയത്ത്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഇങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോൾ അമ്മ പറയും, കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ സഹിച്ചോളാം. അത് മാത്രമേ അമ്മ പറയുള്ളൂ. അത് കേൾക്കുമ്പോണ്ടല്ലോ അച്ഛൻ ഒരുപാട് വിഷമാവും. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകും സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ, സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം അമ്മ വന്നിട്ട് അച്ഛനോട് ചോദിക്കും, കണ്ടോ എങ്ങനെയുണ്ട് കുഞ്ഞ്, ഏത് സൈഡിലേക്കാണ്, എത്ര വളർന്നു. ആദ്യം ചെറുതായിരിക്കും, പിന്നെ മെല്ലെ 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 വലുതായി 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 വരും. ആ ഓരോ സെക്കൻഡും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും അമ്മ.
അത്രയും സന്തോഷമാണ് അമ്മേൻ്റെ മനസ്സിൽ. കഷ്ടപ്പാട് ഒരുപാടുണ്ട്, പക്ഷെ കുഞ്ഞെന്ന് ഓർക്കുമ്പോൾ അതെല്ലാം അമ്മ മറക്കും. അങ്ങനെ ഇരിക്കും. ചില ദിവസങ്ങളുണ്ടല്ലോ, അച്ഛക്ക് ഓഫീസിൽ പോണ്ടേ, അപ്പം വേറെ ആരും വീട്ടിലുണ്ടാവില്ല. അമ്മ തനിച്ചായിരിക്കും ഈ പെയിനൊക്കെ വെച്ചിട്ടിരിക്കുമ്പോൾ. ചിലപ്പോൾ തലകർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തലകർക്ക് ഇങ്ങനെ കിടക്കും, തന്നെയായിരിക്കും, ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ. അപ്പോഴും അച്ഛൻ വന്നിട്ട് ചോദിക്കും, എന്നാ ഒന്ന് വിളിച്ചൂടെ, എന്തെങ്കിലും ഒരു മെസ്സേജ്. അപ്പം പറയും, ഇല്ല, ഇത് സാധാരണ ഉള്ളതല്ലേ, ഞാനിതിൽ അഡ്ജസ്റ്റഡ് ആയി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് മാറിക്കോളുന്നു. ഹേക്കുട്ടിനറിയോ, ഒരു ദിവസം അമ്മേൻ്റെ ടമ്മീന്ന് ഹേക്കുട്ടിന് ഇങ്ങനെ ചെറുതായിട്ട് ഇളകി. ഹോ, അന്ന് അമ്മയ്ക്ക് വന്ന സന്തോഷം കാണുന്നുണ്ട് ഹേക്കുട്ടാ. അമ്മ ലോകത്തൊന്നും ആയിരുന്നില്ല, നേരെ പൊങ്ങി ആകാശത്തെത്തി. അത്രയും സന്തോഷമായിരുന്നു അമ്മയ്ക്ക്. കുഞ്ഞൂസ് അതിന് അച്ഛൻ വന്ന് അച്ഛനോട് പറഞ്ഞു, നോക്ക് കുഞ്ഞിവിടെ ഇളകി, ഇനി ഞാൻ നോക്കിയിരിക്കുക ഇളകോ 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 എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്ന് ഒറ്റ പ്രാവശ്യം ഇളകിയുള്ളൂ. പിന്നെ ഇങ്ങനെ നോക്കിക്കും അമ്മ, എപ്പോഴാ ഇളകുന്നത്, എവിടെയാ വരുന്നത്. അപ്പൊ കുറെ നേരം വെയിലിൽ ചെന്നിക്കും, മോർണിംഗിൽ വെയിലിൽ ചെന്നിക്കും. അപ്പൊ എന്താണ്, കുഞ്ഞൂസ് ഈ സൈഡിൽ നിന്ന് നേരെ അടുത്ത സൈഡിലേക്ക് പോകും, അപ്പുറത്തെ സൈഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരും. അത് കാണാൻ വേണ്ടിയിട്ട് അമ്മ നിൽക്കും കുറേ നേരം കഷ്ടപ്പെട്ട്. ചിലപ്പോൾ അവിടെ ഇരിക്കും, നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും, ഭക്ഷണം അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ, പാവല്ലേ. ഒരു ദിവസേ അമ്മയ്ക്ക് പെട്ടെന്ന് ഷുഗർ കൂടിപ്പോയി. ഇതാ ഈ ഉപ്പുവെള്ളം കുടിച്ചു നോക്ക്. ഇനിയിപ്പോൾ BP ലോ ആയതാണെങ്കിലേ അങ്ങോട്ട് ശരിയായി കിട്ടും. എന്നാ എത്ര പ്രാവശ്യം ഉപ്പുവെള്ളം കുടിക്കും, ഒരു വ്യത്യാസമില്ല. അതൊന്നും അല്ല. ഇനിയിപ്പോൾ ഷുഗർ എങ്ങാനും കൂടിയോ? നിക്ക്, ഞാനിപ്പോൾ വരാം. ദിനേട്ടാ, എനിക്ക് വയ്യ. അയ്യോ, എന്തു പറ്റി നിനക്ക്, എന്തു പറ്റി? എടാ, ഒന്നുമില്ല. കൈ തളർന്നോ? ഇല്ലടാ, ഒന്നുമില്ല, ഇപ്പൊ ശരിയാവുക. ഞാനേ ടാബ്ലറ്റ് എടുത്തേ. ഒന്നുമില്ലടാ, ഇപ്പൊ ശരിയാവുക കേട്ടോ. ടാബ്ലറ്റ് കഴിച്ചിട്ട് നമുക്ക് പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പൊ എടുത്തിട്ടല്ലേ ഞാൻ. എന്നിട്ട് കുഞ്ഞു അമ്മ നേരെ ചെന്നങ്ങോട്ട് കിടന്നു. രാത്രി വരെ ഒന്നും മിണ്ടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു അമ്മ അന്ന്. പിന്നൊരു ദിവസേ കുഞ്ഞ് അനങ്ങുന്നില്ല. അതും പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. അമ്മ കുറേ കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കരച്ചിലായിരുന്നു. അപ്പൊ എല്ലാരും വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടെന്ന്. അങ്ങനെ എല്ലാരും സമാധാനിപ്പിച്ചു വിട്ടു അമ്മ. എന്നിട്ട് കുഞ്ഞൊന്ന് ചെറുതായിട്ട് പിന്നെ ഇറങ്ങി, ജസ്റ്റ് ഒരു മൂമെന്റ്. അപ്പൊ അമ്മയ്ക്ക് വന്ന സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സമാധാനമായി അമ്മയ്ക്ക്. കുഞ്ഞൂസ് അമ്മേന്റെ വയറ്റിലായിരുന്നില്ലേ? അപ്പോ അമ്മ കുടിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? എനിക്ക്. ആ, ഭക്ഷണോ? എനിക്ക്. ആ, അപ്പൊ അന്ന് അമ്മ കുടിച്ചോണ്ടിരുന്ന വെള്ളം, കഴിച്ചോണ്ടിരുന്ന ഭക്ഷണം, ഇതൊക്കെ കുഞ്ഞുന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണ് കുഞ്ഞു വളർന്നത്. അപ്പോ കുഞ്ഞിന് ഇപ്പൊ അമ്മ ഭക്ഷണം തരുമ്പോഴേ, എനിക്കിതിന് ടേസ്റ്റ് ഇല്ല അമ്മ, ഇത് വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എത്ര വിഷമം ഉണ്ടാവും. കുഞ്ഞിന് ഓർക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ? കുഞ്ഞു കരയാൻ വേണ്ടി പറഞ്ഞല്ല. എന്താന്നറിയോ കുഞ്ഞുസേ, കരയണ്ട. മോൻ കരയാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല, അമ്മേന്റെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞത്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ
അമ്മമാര് അത്ര സ്നേഹത്തോടെ ഉണ്ടാക്കുക. ആ ഭക്ഷണത്തിന് കുഞ്ഞ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കിടക്കുന്ന പിസയില്ലേ, അതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവും. ഹേവ്സേ, അമ്മ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അമ്മേൻ്റെ മനസ്സ് നിറയെ സ്നേഹമായിരിക്കും. കുഞ്ഞിൻ്റെ വളർച്ച ഓർത്തിട്ടും ഹെൽത്ത് ഓർത്തിട്ടും. അതിപ്പോൾ മാത്രമല്ല, കുഞ്ഞ് എത്ര വലുതായാലും അമ്മയ്ക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. മോൻ അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴേ അമ്മേൻ്റെ മുഖം വാടിയത് കണ്ടോ? ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല. ഇല്ല. പക്ഷെ അച്ഛനത് ശ്രദ്ധിച്ചു. ആ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും കുഞ്ഞുസേ. കുഞ്ഞ് വളർന്നു വളർന്നു വരുമ്പോഴേ ഇതേപോലെ അമ്മേനോട് പറയാ, അമ്മയ്ക്ക് ബുദ്ധിയില്ല, അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, അമ്മയ്ക്ക് ഒരു വിവരമില്ല, അമ്മ ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് എത്ര വേദനിക്കുന്നു ആലോചിച്ച് നോക്ക്. അമ്മയ്ക്ക് താങ്ങാൻ പറ്റുമോ മൊത്തേ? ഇല്ല. ഇല്ല. കുഞ്ഞു കേക്കൂട്ടാ, മോൻ അമ്മേൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുമ്പോഴേ അമ്മ അനുഭവിച്ചൊരു വേദനയുണ്ട്. ആ വേദന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്നും പറയില്ല. എപ്പോഴും റെസ്പെക്റ്റോടെ ഇരിക്കും അമ്മേനോട്. കേക്കൂട്ടം ചെയ്ത് മൊത്തം തെറ്റല്ലേ? ഇനി അങ്ങനെ ചെയ്യും അമ്മേനോട്? എനിക്ക് അമ്മനോട് കുറെ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ആ. അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കണം, അമ്മ പറയുന്ന അനുസരിക്കണം, അമ്മ ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഹോംവർക്ക് ചെയ്യണം. സോറി, ഞാൻ ചെയ്യില്ല. ഒരുപാട് ഇഷ്ടം. നല്ല കുട്ടിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടം. നല്ല കുട്ടിയാ എന്റെ കുട്ടി. നല്ല കുട്ടിയാ. കരയണ്ട.